നമ്മൾ പറയും ലഹരി ഉപയോഗിക്കരുത്. ലഹരി ഉപയോഗിച്ചില്ലെങ്കിൽ അതിനൊരു ഓൾട്ടർനേറ്റീവ് വേണം. അപ്പൊ നമ്മൾ അതിന് ഡാൻസ്, പാട്ട്, സ്പോർട്സ് ഒക്കെ പറയും. പക്ഷെ ഒരു വെറൈറ്റി ഓൾട്ടർനേറ്റീവ് ഉണ്ട്. യുവാക്കളിൽ ലഹരി പിടിമുറുക്കുന്ന കാലത്ത് പശു വളർത്തലിൽ ലഹരി കണ്ടെത്തുകയാണ് കോട്ടയം ചാമംപതാൽ സ്വദേശി ഏബൽ. 20ാമത്തെ വയസ്സിൽ മികച്ച ക്ഷീര കർഷകനായ ഏബൽ മാറിക്കഴിഞ്ഞു. ചാമംപതാൽ കണയാങ്കൽ വീട്ടിൽ ഏബൽ ചില്ലറക്കാരനല്ല. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു മികച്ച ക്ഷീരകർഷകനാകാൻ ഏബലിന് സാധിച്ചു. അച്ഛൻ ജൂബിൽ തുടങ്ങി വെച്ചതായിരുന്നു പശു വളർത്തൽ. പഠനം കഴിഞ്ഞപ്പോൾ ഏബൽ അതങ്ങ് ഏറ്റെടുത്തു. അത് പിന്നീട് ഏബലിന് ഒരു ലഹരിയായി മാറി. വെറുതെ കളയാൻ ഇപ്പോൾ സമയമില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു ലഹരിക്കും ഈ യുവാവിനെ കീഴടക്കാനുമായിട്ടില്ല. ഇത് ലഹരിയാണ് സംഭവം. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്തു കഴിഞ്ഞാൽ ഫീൽഡ് നല്ലൊരു ഫീൽഡ് തന്നെയാണ്. നമുക്ക് വേറെ ഒന്നിനും സമയം കിട്ടാതെ ഒരു ഇതിലോട്ട് തന്നെ നീങ്ങാൻ പറ്റും. മാക്സിമം ഒരു ഇതിലോട്ട് പോകും. വെച്ചാൽ നമ്മൾ സമ്പാദിക്കുന്ന പൈസ നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് തോന്നും. കറവ, തീറ്റയൊരുക്കൽ, കുളിപ്പിക്കൽ, തൊഴുത്തു വൃത്തിയാക്കൽ എന്നു വേണ്ട എല്ലാ ജോലികളും ഒരു മടിയും കൂടാതെ ഏബൽ ചെയ്യും. ഒപ്പം സഹായത്തിനായി സഹോദരൻ ആൽബിനുമുണ്ടാകും. രാസലഹരിയുടെ പിടിയിൽ യുവതലമുറ വീഴുമ്പോൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം അങ്ങനെ നഷ്ടപ്പെടുത്താൻ ഈ യുവാക്കൾ തയ്യാറല്ല. ക്ഷീരകർഷകൻ മാത്രമല്ല, കൃത്രിമ ബീജസങ്കലനം നടത്തുന്നതിന് അംഗീകൃത സർട്ടിഫിക്കറ്റുള്ള വ്യക്തി കൂടിയാണ് ഈ യുവാവ്. 8 വർഷമായി ഈ പശുപരിപാലനം നടത്തുന്നുണ്ട് ഏബൽ. ആദ്യം ഒരു പശു മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഒരു വലിയ ഫാം തന്നെ ഏബലിനുണ്ട്. 100% ആത്മാർത്ഥതയോടും സന്തോഷത്തോടും കൂടിയാണ് ഏബൽ ഈ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ലഹരികളുടെ പിടിയിൽ ഉൾപ്പെടാൻ ഏബലിന് തൽക്കാലം സമയമില്ല. അതുതന്നെയാണ് മറ്റു യുവാക്കളോട് ഏബലിന് പറയാനുമുള്ളത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.